എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. രാമകഥാമൃതത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. രാമായണത്തിൽ നമുക്ക് ഒരുപാട് പക്ഷികളെ, മൃഗങ്ങളെയൊക്കെ കാണാൻ സാധിക്കും. ഇപ്പോൾ ജടായുവിൻ്റെ കഥയൊക്കെ അറിയാത്തതായിട്ട് ആരുമില്ല. വാനരന്മാരെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ജാമ്പവാൻ ഒരു കരടിയാണ് അല്ലെങ്കിൽ ആൾക്കുരങ്ങാണെന്നുള്ള തർക്കങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ചേർന്നതാണ് രാമായണം. ആ രാമായണത്തിൽ ഒരു മാനിനെ കുറിച്ച് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഒരു പൊന്മാനിനെ കുറിച്ച്, അല്ലെങ്കിൽ മായപ്പൊന്മാന്റെ വേഷം കെട്ടി വന്ന മാരീചനെ കുറിച്ച് കേൾക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. ഇന്നും നമ്മൾ ഒരാൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം മറച്ചു വെച്ച് മറ്റൊരു തരത്തിൽ നമ്മളോട് പെരുമാറുമ്പോൾ നമ്മുടെ അടുത്ത് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അദ്ദേഹം ഒരു മാരീചനാണ്. ആ മാരീചന്റെ കഥയാണ് ഇന്നത്തെ രാമകഥാമൃതത്തിൽ നമ്മൾ പരിശോധിക്കുന്നത്. ആരാണ് യഥാർത്ഥത്തിൽ മാരീചൻ? മാരീചന്റെ അച്ഛൻ്റെ പേര് സുന്ദരൻ എന്നും അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര് താടക എന്നുമാണ്. അവർക്കുണ്ടായിട്ടുള്ള 2 മക്കളായിരുന്നു. ഒരാളുടെ പേര് സുബാഹു, രണ്ടാമത്തെ ആളുടെ പേര് മാരീചൻ. ഇവരുടെ പ്രധാനപ്പെട്ട വിനോദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ താമസിക്കുന്ന കാട്ടിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന മഹർഷിമാരുടെ യാഗാദി കർമ്മങ്ങൾ മുടക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ജോലി. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ തന്നെ ആ രീതിയാണ് പിന്തുടർന്ന് വന്നിരുന്നത്. പണ്ട് ഇദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള സുന്ദരൻ അദ്ദേഹം അഗസ്ത്യ മഹർഷിയുടെ ഒരു യാഗം മുടക്കാനായിട്ട് പുറപ്പെട്ടു പോയതാണ്. അഗസ്ത്യ മഹർഷിയുടെ കോപത്തിൽ അദ്ദേഹം ദഹിച്ചുപോയി എന്നാണ്, കത്തിപ്പോയി. അതോടുകൂടി മക്കൾക്ക് ഇങ്ങനെയുള്ള ക്രിയകളോടൊക്കെ ഉള്ള ഒരു വൈരാഗ്യം കൂടി. ആരെന്ത് യാഗം ചെയ്യുന്നോ അതിൻ്റെ പുകച്ചുരുളുകൾ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടാൽ അപ്പോൾ സുബാഹുവും മാരീചനും കൂടെ അങ്ങോട്ട് ചെന്ന് ആ യാഗത്തിൽ അശുദ്ധി ഉണ്ടാക്കും. അവർ ഈ കഴിച്ചിട്ടുള്ള മാംസം അല്ലെങ്കിൽ രക്തമൊക്കെ കൊണ്ടുപോയിട്ട് ഈ ഹോമകുണ്ടത്തിൽ ഒഴിക്കുക, അതുപോലെ തന്നെ മഹർഷിമാരെ വധിക്കുക, സന്യാസിമാരെ അങ്ങോട്ട് പ്രവേശിപ്പിക്കാതെ തടയുക, ഇതൊക്കെയായിരുന്നു ഇവരുടെ ജോലികൾ. അതുകൊണ്ട് തന്നെ ആ കാട്ടിൽ സൽക്കർമ്മങ്ങളൊന്നും നടക്കാത്ത ഒരവസ്ഥയായി. സാധാരണ രീതിയിൽ ആളുകളൊക്കെ തപസ് ചെയ്യാൻ വേണ്ടി കാട്ടിലേക്ക് പോവുകയാണ് അക്കാലത്തൊക്കെ ചെയ്തിരുന്നത്. ഇവരെ പേടിച്ചിട്ട് ആർക്കും കാട്ടിലേക്ക് പോകാൻ തന്നെ പറ്റാതായി. കാരണം ഈ കാടിൽ പ്രവേശിക്കുന്ന സ്ഥലത്ത് തന്നെ ഇവരുടെ അമ്മ താടക നിൽപ്പുണ്ട്. ഒരാളെയും അങ്ങോട്ട് കടത്തിവിടില്ല. അഥവാ ആരെങ്കിലും ചെന്ന് യാഗം ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ മക്കളായിട്ടുള്ള സുബാഹുവും മാരീചനും ചേർന്ന് അത് തടയുകയും ചെയ്യും. ഇതായിരുന്നു അവസ്ഥ. അങ്ങനെ ഇവരുടെ ശല്യം കൊണ്ട് ഇരിക്കപ്പുറത്ത് ഇല്ലാതായ സമയത്താണ് സാക്ഷാൽ വിശ്വാമിത്ര മഹർഷി അയോധ്യയിൽ ചെന്ന് രാമനെ യാഗരക്ഷ ചെയ്യാനായി വിട്ടുതരണം എന്ന് ദശരഥനോട് അഭ്യർത്ഥിക്കുന്നത്. ബാക്കി നടന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഒരുപാട് എതിർപ്പിന് ശേഷം രാമലക്ഷ്മണന്മാർ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ കാട്ടിലേക്ക് യാഗരക്ഷ ചെയ്യാനായിട്ട് പുറപ്പെടുന്നതും ബല, അതിബല എന്നീ മന്ത്രങ്ങൾ മഹർഷി അവർക്ക് ഉപദേശിക്കുന്നതും താടകയെ ഭഗവാൻ നിഗ്രഹിക്കുന്നതും യാഗരക്ഷ ചെയ്യുന്നതും. ഈ യാഗം വിശ്വാമിത്ര മഹർഷി പിന്നെയും ചെയ്യുമ്പോഴാണ് സുബാഹുവും മാരീചനും കൂടെ വന്ന് അത് മുടക്കാൻ നോക്കുന്നത്. എന്നാൽ ഇത്രയും നാൾ മുടക്കിയ ഒരു സാഹചര്യം അല്ല ഇപ്പം അവിടെ ഉള്ളത്. ഇപ്പം അവിടെ യാഗം രക്ഷിക്കാനായി രാമലക്ഷ്മണന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ സുബാഹുവും മാരീചനും വന്ന് യാഗം മുടക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ ഭഗവാൻ തൻ്റെ ദിവ്യമായിട്ടുള്ള രാമബാണത്തെ അവർക്ക് നേരെ പ്രയോഗിച്ചു എന്നാണ്. തൽക്ഷണം തന്നെ സുബാഹു അവിടെ മരിച്ചു വീണു രാമബാണേറ്റ്. രാമബാണം ഓടിച്ചു മാരീചനെ ലോകം മുഴുവൻ. ഓടി ഓടി തളർന്ന മാരീചൻ ഭഗവാന്റെ കാലിൽ വന്ന് നമസ്കരിച്ചു. അങ്ങനെ രാമബാണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളാണ് യഥാർത്ഥത്തിൽ ഈ മാരീചൻ. പിന്നീടുള്ള കാലം അദ്ദേഹം ഒരു സമുദ്രതീരത്ത് ഒരു ആശ്രമമൊക്കെ ഉണ്ടാക്കി വളരെ നല്ല രീതിയിൽ ജീവിക്കുകയായിരുന്നു. സദാസമയവും രാമനെ ഭജിച്ച് ജീവിക്കുന്ന ആളായിരുന്നു മാരീചൻ. ആ മാരീചന്റെ അടുത്തേക്കാണ് രാവണൻ ചെന്ന് പറയുന്നത്, ഈ രാമനെ കുറച്ച് സമയത്തേക്ക് സീതയുടെ അടുത്ത് നിന്ന് മാറ്റിത്തരാൻ എന്തെങ്കിലും നിവൃത്തി ഉണ്ടാവണം. എന്തെങ്കിലും ഒരു വേഷം കെട്ടി ഈ രാവണൻ ഞാൻ അങ്ങോട്ട് ചെല്ലണ സമയത്ത് ഈ രാമൻ എന്ന് പറയുന്ന വ്യക്തിയെ സീതയുടെ അടുത്തുനിന്ന് മാറ്റാൻ വേണ്ട നടപടി എടുക്കണം എന്ന് പറയുന്നത്. രാമായണത്തിൽ ഏറ്റവും മഹത്തരമായിട്ടൊരു ശ്ലോകമുണ്ട്. ആരാണ് രാമൻ എന്ന് രാവണന് പറഞ്ഞു കൊടുക്കുന്നത് മാരീചനാണ്. അതൊരിക്കലും രാമൻ അയോധ്യയിലെ രാജാവാണെന്നോ രാമൻ സീതയുടെ ഭർത്താവാണെന്നോ ഒന്നുമല്ല രാമന് മാരീചൻ കൊടുക്കുന്ന നിർവചനം. രാമന് ലോകത്ത് വെച്ച് കൊടുക്കാവുന്ന ഏറ്റവും നല്ല നിർവചനം കൊടുത്തിട്ടുള്ളത് മാരീചനാണ്. ആ ശ്ലോകം എല്ലാവർക്കും അറിയാമായിരിക്കും. രാമോ വിഗ്രഹവാൻ ധർമ്മ. ഇത് പറഞ്ഞത് മാരീചനാണ്. രാമൻ എന്ന് പറയുന്നത് ധർമ്മത്തിന്റെ പ്രതിപുരുഷനാണെന്ന് രാവണനോട് പറഞ്ഞ വ്യക്തി ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മാരീചനാണ്. ആ മാരീചനെ തന്നെയാണ് രാവണൻ ഒരു മായാമാനിന്റെ വേഷം കെട്ടാനായിട്ട് നിർബന്ധിച്ചത്. ഒരു കാരണവശാലും അദ്ദേഹം അതിന് അനുവദിച്ചില്ല, സാധിക്കില്ല എന്ന് തീർത്തു പറഞ്ഞു. പക്ഷേ ഒരു ഘട്ടത്തിൽ രാവണന്റെ ചന്ദ്രഹാസത്തെ ഭയന്നുകൊണ്ടാണ് മാരീചൻ അത് സമ്മതിക്കുന്നത്. ആ സമ്മതിക്കുന്നതിനുള്ള കാരണവും ഏറെ വിശേഷമാണ്. അഥവാ ഈ ദുഷ്ടൻ പറയുന്നത് കേട്ട്
ഞാൻ ഈ വേഷം കെട്ടി പോവാതിരുന്നു കഴിഞ്ഞാൽ ഇവൻ ചന്ദ്രഹാസ് എടുത്ത് എൻ്റെ തല കൊയ്യും. ഈ ദുഷ്ടന്റെ കൈകൊണ്ട് മരിച്ചാൽ ഒന്നും കിട്ടാനില്ല. മറിച്ച് ഇവൻ പറയുന്നത് കേട്ട് രാമനെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ രാമബാണം കൊണ്ട് മരിക്കാം. പണ്ടൊരിക്കൽ രക്ഷപ്പെട്ടതാണ്. ചിലപ്പോൾ ആ രാമബാണം കൊണ്ട് മോക്ഷം കിട്ടാനായിരിക്കും എൻ്റെ വിധി. കാരണം ഭഗവാന്റെ കൈകൊണ്ടുള്ള മരണം എന്ന് പറഞ്ഞാൽ അത് മോക്ഷമാണ് എന്ന് ചിന്തിച്ചാണ് മാരീചൻ ഒരു പൊന്മാനിൻ്റെ വേഷം മായയിൽ ധരിച്ചുകൊണ്ട് പഞ്ചവടിയിൽ എത്തുന്നതും ഭഗവാനെ അവിടെ നിന്ന് അകറ്റുന്നതും ഭഗവാന്റെ അസ്ത്രം ദേഹത്ത് കൊള്ളുന്ന സമയത്ത് ലക്ഷ്മണ എന്ന് ഉറക്കെ വിളിച്ച് കരയുകയും ചെയ്യുന്നത്.